ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ന്യായപ്രമാണം. എന്നാൽ ന്യായപ്രമാണം ആരെയും ഒരിക്കലും രക്ഷിച്ചിട്ടില്ല, രക്ഷിക്കുകയുമില്ല. മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിനല്ല, പ്രത്യുത അവന് രക്ഷ ആവശ്യമാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ദൈവം ന്യായപ്രമാണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തെ ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന ശിശുപാലകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുവാൻ പ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ ഫ്രൈഡ് ബ്രൗൺ തന്റെ പ്രസംഗത്തിൽ 3 സാദൃശ്യങ്ങൾ ഉപയോഗിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആദ്യമായി അദ്ദേഹം ന്യായപ്രമാണത്തെ ഒരു ദന്തവൈദ്യന്റെ ചെറിയ കണ്ണാടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. രോഗിയുടെ വായ്ക്കുള്ളിലേക്ക് ആ ചെറിയ കണ്ണാടി ഇറക്കിക്കൊണ്ട് ദന്തവൈദ്യൻ പല്ലുകളുടെ കേടുപാടുകൾ എവിടെയെല്ലാമാണെന്ന് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ ഉപകരണം കൊണ്ട് പല്ല് പറിക്കുന്നതിനോ സുഷിരങ്ങൾ ചുരണ്ടി വൃത്തിയാക്കുന്നതിനോ അദ്ദേഹം ഒരിക്കലും ശ്രമിക്കാറില്ല. കേടുഭവിച്ച ഭാഗങ്ങളോ മറ്റു വൈകല്യങ്ങളോ കണ്ടുപിടിക്കുവാൻ സഹായിക്കുന്നു എന്നല്ലാതെ ആ കുഴപ്പം പരിഹരിക്കുവാൻ ഒരിക്കലും ആ കണ്ണാടി ഉപയോഗിക്കുന്നില്ല. രണ്ടാമതായി അദ്ദേഹം ഉപയോഗിച്ച സാദൃശ്യം ന്യായപ്രമാണം ഒരു ടോർച്ച് പോലെയാണ് എന്നാണ്. രാത്രിയിൽ പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞു പോയാൽ ആ ഇരുട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ടോർച്ച് അടിച്ച് ഗോവേണി ഇറങ്ങി താഴെ മെയിൻ സ്വിച്ചിനടുത്തെത്തുന്നു. സ്വിച്ചുകളിൽ ഏതാണ് എരിഞ്ഞു പോയത് എന്ന് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ ഫ്യൂസ് എടുത്തു മാറ്റിയ ശേഷം അതിൻ്റെ സ്ഥാനത്ത് ആരും ടോർച്ച് പ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കാറില്ല. മറിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ ആ ഫ്യൂസ് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി ബ്രൗൺ ന്യായപ്രമാണത്തെ കൽപ്പണിക്കാരന്റെ തൂക്കുകട്ടയോടാണ് സാദൃശ്യപ്പെടുത്തിയത്. താൻ പണിതുയർത്തുന്ന ഭിത്തി നേരെ തൂക്കായിട്ടാണോ പോകുന്നത് എന്ന് അറിയേണ്ടതിന് വേണ്ടിയാണ് ആ പണിക്കാരൻ തൂക്കുകട്ട ഉപയോഗിക്കുന്നത്. തനിക്ക് പിശക് പറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ അത് ശരിപ്പെടുത്തുവാൻ അയാൾ തൂക്കുകട്ടയല്ല ഉപയോഗിക്കുന്നത്. അതിന് മറ്റു ചില ഉപകരണങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ന്യായപ്രമാണം പാപമാകുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ് ചെയ്യുന്നത്. അത് പരിഹരിക്കുന്നതിന് മാർഗം ഒന്നേയുള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ ചൊരിയപ്പെട്ട പുണ്യാഹ രക്തമാണ്. ന്യായപ്രമാണം പൂർണ്ണമായി നിറവേറ്റപ്പെടുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏക രക്ഷാമാർഗം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമായി അർപ്പിക്കേണ്ടത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. യേശുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവകൃപ കൊണ്ട് മാത്രം നിർവഹിക്കുവാൻ കഴിയുന്ന നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മിൽ ഉളവാക്കുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957. നമ്പർ വീണ്ടും 988-022-1957.